സമാദരണീയനായ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകൾ, ബഹുമാനായ ശ്രീ ഗോപി കോട്ടമുറിക്കൽ, കർമ്മപദ്ധതി വിശദീകരിക്കുന്ന ശ്രീ ജോർട്ടി എം ചാക്കോ, ഡോക്ടർ വീണ എൻ മാധവൻ, ശ്രീ ബൈജു എൻ കുറുപ്പ്, ശ്രീ മുസ്ലിം മഠത്തിൽ അഡ്വക്കേറ്റ് കെ രത്നകുമാരി, ശ്രീമതി കെ ജി വത്സരകുമാരി ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമുള്ള മറ്റ് ബഹുമാന്യരെ, സഹകാരികളെ, സഹോദരി സഹോദരന്മാരെ, കേരള ബാങ്കിൻ്റെ രൂപീകരണത്തിന് ശേഷമുള്ള അതിൻ്റെ പ്രവർത്തനങ്ങൾ ഓരോ വർഷത്തെയും പരിശോധിക്കുമ്പോൾ അഭിമാനകരമായ പുരോഗതിയാണ് കേരള ബാങ്കിന് പൊതുവിലുണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ ഈ നടപ്പ് വർഷത്തിലെ പ്രവർത്തനങ്ങളുടെ ഉള്ളടക്കവും ഇവിടെ പ്രതിപാദിക്കപ്പെട്ടു. കഴിഞ്ഞ വർഷം 209 കോടി രൂപയുടെ ലാഭത്തിലേക്ക് എത്തിച്ചേർന്നു എന്നത് കേരള ബാങ്കിൻ്റെ ഓരോ വർഷത്തെയും പ്രവർത്തന ലാഭങ്ങൾ പരിശോധിക്കുമ്പോൾ ക്രമാനുഗതമായ വളർച്ചയാണ് കേരള ബാങ്കിനുണ്ടായിട്ടുള്ളത്. കേരള ബാങ്കിൻ്റെ രൂപീകരണത്തെക്കുറിച്ച് വിമർശനം ഉന്നയിച്ചവരോട് ഒരു കാര്യം അടിവരയിട്ട് സൂചിപ്പിക്കാനുള്ളത്, കേരള ബാങ്ക് രൂപീകരിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്ന് കേരളത്തിലെ ചില ജില്ലാ ബാങ്കുകൾ തന്നെ കാണുമായിരുന്നില്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയേണ്ടതാണ് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അത്രത്തോളം വലിയ രൂപത്തിലുള്ള ബാധ്യതയിലും അവരുടെ സ്ഥാപനങ്ങൾ മുന്നോട്ട് പോകാത്ത അവസ്ഥയിലും ചില ജില്ലാ ബാങ്കുകൾ എത്തിയിരുന്നു. ആ സ്ഥിതിക്ക് പരിഹാരം കണ്ടു എന്ന് മാത്രമല്ല, ആത്യന്തികമായി സഹകരണ മേഖലയ്ക്ക് പൊതുവിലും അതോടൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തിന് വിശേഷിച്ചും വലിയ മുന്നേറ്റമുണ്ടാക്കാൻ സഹായിക്കുന്ന സാഹചര്യങ്ങളാണ് ഈ 823 ശാഖകളുടെ നിലകൊള്ളുന്ന കേരള ബാങ്കിന് ഈ കാലഘട്ടത്തിൽ അഭിമാനകരമായ പുരോഗതി കൈവരിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഇപ്പം 2023-24 അർത്ഥവർഷത്തിൽ തന്നെ പരിശോധിക്കുമ്പോൾ 341 കോടി രൂപയുടെ നിക്ഷേപ വർധനവ് ഉണ്ടാക്കാൻ ഈ വർഷത്തിൽ കഴിഞ്ഞിരിക്കുന്നു. അത് നേട്ടങ്ങൾ തന്നെയാണ്. അതോടൊപ്പം ഒരു ന്യൂനത ചൂണ്ടിക്കാണിക്കാനുള്ളത് 18.10 നമ്മുടെ NPA ഇപ്പോഴും നിൽക്കുന്നു എന്നുള്ളതാണ്. ആ NPA നമുക്ക് പരമാവധി കുറച്ചു കൊണ്ടുവരിക എന്നത് ആത്യന്തികമായി കേരള ബാങ്കിൻ്റെ പ്രവർത്തന ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തിലേക്ക് ഈ വർഷം ചെന്നെത്താൻ വേണ്ടി ആത്മാർത്ഥമായ പരിശ്രമങ്ങൾ ഉണ്ടാവും എന്നാണ് കേരള ബാങ്ക് ഭരണസമിതിയും ജീവനക്കാരും കൂട്ടായി നമ്മുടെ മുമ്പിൽ പറഞ്ഞിട്ടുള്ളത്. അത് പ്രതീക്ഷയോടുകൂടി തന്നെ നമുക്ക് ഉറ്റുനോക്കാം. ഇത്തരത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് സഹകരണ മേഖലയ്ക്ക് നേതൃത്വപരമായ പങ്കുവഹിച്ചും അതോടൊപ്പം തന്നെ അഭിമാനകരമായ പുരോഗതി ഉറപ്പാക്കിയും പുതിയ കർമ്മപദ്ധതികളുമായി മുന്നോട്ട് വരുന്ന കേരള ബാങ്കിനെ പ്രത്യേകമായി സഹകരണ വകുപ്പിന് വേണ്ടി അഭിനന്ദിക്കുന്നു. ഒപ്പം ഈ വർഷത്തെ അവാർഡ് ജേതാക്കളായി മുന്നോട്ട് വന്നിട്ടുള്ള സഹകാരികളെയും ഒപ്പം ജീവനക്കാരെയും ബ്രാഞ്ചുകളെയും എല്ലാം സഹകരണ വകുപ്പിന് വേണ്ടി പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. അവർക്ക് നാളുകളിലും ആ പുരോഗതിയിലേക്ക് വരാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ എല്ലാ അർത്ഥത്തിലും സഹകരണ മേഖല മുന്നോട്ട് വരുന്നൊരു ഘട്ടത്തിൽ 2 കാര്യങ്ങൾ കൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുന്നു. സഹകരണ മേഖലയുടെ ഈ കാലഘട്ടത്തിലെ 2 പുരോഗതി. ഒന്ന്, നാളിതുവരെ കേരളത്തിൽ സഹകരണ മേഖലയുടെ ചരിത്രത്തിൽ ഉണ്ടാവാത്ത ഒരു പുതിയ അധ്യായം നാളെ കോട്ടയത്ത് ഉദ്ഘാടനം ചെയ്യുകയാണ്. അത് മറ്റൊന്നുമല്ല, അക്ഷര മ്യൂസിയമാണ്. ഒരുപക്ഷെ ഇന്ത്യയിൽ ഇതുവരെ ഉണ്ടാവാത്ത ഒരു പുതിയ സംരംഭം. എങ്ങനെയാണ് ആദ്യ മനുഷ്യനിൽ നിന്ന് ആംഗ്യഭാഷ ഉണ്ടായത്? ആംഗ്യഭാഷയിൽ നിന്ന് എങ്ങനെയാണ് സംസാര ഭാഷ ഉണ്ടായത്? സംസാര ഭാഷയിൽ നിന്ന് എങ്ങനെയാണ് അക്ഷരങ്ങൾ ഉണ്ടായത്? അക്ഷരങ്ങളിൽ നിന്ന് എങ്ങനെയാണ് വാക്കുകൾ ഉണ്ടായത്? വാക്കുകളിൽ നിന്ന് എങ്ങനെയാണ് ഭാഷയുടെ പുരോഗതി, അതിൻ്റെ പരിണാമം, അതിൻ്റെ അച്ചടിയുടെ പുരോഗതി? ഇങ്ങനെ നമ്മുടെ അക്ഷരങ്ങളുടെ ആവിർഭാവം മുതൽ അത് ഭാഷയുടെ പരിണാമത്തെ പൂർണ്ണമായി ഒരു വിജ്ഞാനദാഹിയായി വിദ്യാർത്ഥിക്കും ഗവേഷകനും മനസ്സിലാക്കാൻ കഴിയുന്ന രൂപത്തിൽ, സാധാരണക്കാർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന രൂപത്തിൽ 3.5 മണിക്കൂർ നിന്ന് കാണാനുള്ള ഏറ്റവും മനോഹരമായി ഡിജിറ്റലൈസ് ചെയ്ത തിയേറ്ററും അതേപോലെ തന്നെ ഹോളോഗ്രാമും ഉൾപ്പെടെ ഏറ്റവും ആധുനികവൽക്കരിക്കപ്പെട്ട ഒരു അക്ഷര മ്യൂസിയം നാളെ 3 മണിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കുകയാണ് എന്ന സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കുകയാണ്. അത് സഹകരണ മേഖലയ്ക്ക് ഒരു മുതൽക്കൂട്ടാണ്. അത് എല്ലാ സഹകാരികളോടും ജീവനക്കാരോടും അഭ്യർത്ഥിക്കുന്നു, ഏതെങ്കിലും സമയം കോട്ടയം വഴി കടന്നു പോകുന്ന ഏതൊരാൾക്കും നമ്മുടെ ഭാഷയെക്കുറിച്ച്, അതിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച്, അതിൻ്റെ പരിണാമത്തെക്കുറിച്ച് എല്ലാം മനസ്സിലാക്കാൻ കഴിയുന്ന
ഏറ്റവും നൂതനമായ ഒരാശയമാണ് സഹകരണ മേഖലയിൽ. ഇന്ത്യയിൽ ആരും കൈവെക്കാത്ത ഒരു രംഗത്ത് സഹകരണ മേഖല കൈവച്ച് SPCSന്റെ സ്ഥലത്താണ് നമ്മൾ സഹകരണ വകുപ്പ് 15 കോടി രൂപ മുടക്കിയാണ് 15,000 സ്ക്വയർ ഫീറ്റിൽ ഇപ്പോൾ അത് നിർമ്മിച്ചിരിക്കുന്നത്. സമീപകാല ഭാവിയിൽ അതിൽ കൂടുതൽ അതിൻ്റെ സെക്കൻഡ് ഫേസും തേർഡ് ഫേസും കൂടി നമ്മൾ നിർമ്മിച്ച് ലോകത്തിന് തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന രൂപത്തിൽ 6000-ഓളം ഭാഷകൾ ലോകത്തുണ്ട്. ആ ഭാഷകളെ മുഴുവൻ പരിചയപ്പെടുത്തുന്നു. ഒപ്പം ഇന്ത്യയിലെ മുഴുവൻ ഭാഷകളെയും പരിചയപ്പെടുത്തുന്നു. നമ്മുടെ ഗോത്രഭാഷകളെയും ആദിവാസ ഭാഷകളെയും എല്ലാം നമ്മൾ പരിചയപ്പെടുത്തുന്ന രൂപത്തിലേക്കാണ് ആ മ്യൂസിയം ഇപ്പോൾ നമ്മൾ തരപ്പെടുത്തിയിട്ടുള്ളത്. അതിൻ്റെ ഒന്നാം ഭാഗത്ത് ആദ്യ മനുഷ്യനെ നമ്മൾ അവതരിപ്പിക്കുന്നു, അവരുടെ ആംഗ്യഭാഷ അവതരിപ്പിക്കുന്നു, അവരുടെ സംസാര ഭാഷ അവതരിപ്പിക്കുന്നു, ഗുഹാചിത്രങ്ങളും ഗുഹാലിപികളും അതിൽ അവതരിപ്പിക്കുന്നു. ആ രൂപത്തിൽ സംസാരത്തിലേക്ക് എത്തിച്ചേർന്ന് ലിപികളിലേക്ക് എത്തിച്ചേരുന്ന ഭാഗമാണ് ഒന്നാം ഭാഗത്ത് ഗാലറിയിൽ അവതരിപ്പിക്കുന്നത്. രണ്ടാം ഭാഗത്ത് ഇന്ത്യയുടെ ഭാഷയുടെ പരിണാമവും അതിൻ്റെ ഉത്ഭവവും അതിൻ്റെ പരിണാമവും അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുന്ന രൂപവും ആദിവാസി ഗോത്രവർഗ ഭാഷകൾ ഉൾപ്പെടെ അവതരിപ്പിക്കുന്നതാണ് രണ്ടാമത്തെ ഗാലറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മൂന്നാമത്തെ ഗാലറിയിൽ അച്ചടിയുടെ ആവിർഭാവവും ആ അച്ചടിയിൽ നിന്ന് എങ്ങനെ ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് നൂതനമായ സാങ്കേതിക വിദ്യകളുടെ പുരോഗതിയുടെ അത് മുന്നോട്ട് വന്നിരിക്കുന്നു എന്നതും അവതരിപ്പിക്കുന്നു. നാലാമതായി SPCSന്റെ ആവിർഭാവവും അതിൻ്റെ വളർച്ചയും അതിൻ്റെ പുരോഗതിയും ഭംഗിയായ രൂപത്തിലും സമ്പൂർണ്ണ സാക്ഷരതയിലേക്ക് കേരളം എത്തുന്നതിൻ്റെ ഉള്ളടക്കവും വിശദീകരിക്കുകയാണ്. അങ്ങനെ ഏതൊരു വിജ്ഞാനദാഹിയായ വിദ്യാർത്ഥിക്കും ഗവേഷകനും ആസ്വാദകനും ഏത് സമയത്തും വന്ന് കാണാനുള്ള ഏറ്റവും മനോഹരമായ അക്ഷര മ്യൂസിയത്തിലേക്ക് നിങ്ങളെല്ലാം ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നബാർഡിൻ്റെ സഹായത്തോടു കൂടി തന്നെ നെല്ല് സംഭരണ സംസ്കരണ വിപണന സംഘങ്ങൾക്ക് തുടക്കമാകുന്നു. നബാർഡ് 76 കോടി രൂപ അനുവദിച്ച് കോട്ടയത്ത് പ്രസ്താവിച്ച് ഓൺഗോയിങ് പ്രോജക്റ്റാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അടുത്ത ഡിസംബറിലേക്ക് കമ്മീഷൻ ചെയ്യാൻ കഴിയുന്ന രൂപത്തിൽ നെൽകൃഷിക്കാരെ സഹായിക്കാൻ കഴിയുന്ന രൂപത്തിൽ കോട്ടയത്തും പാലക്കാട്ടും 2 നെല്ല് സംഭരണ സംസ്കരണ വിപണന സംഘമാണ് നമ്മൾ ലക്ഷ്യമിട്ടത്. അത് കോട്ടയത്തിന് ഇപ്പോൾ 76 കോടി രൂപ നബാർഡ് അനുവദിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഗവൺമെൻറ്റിൻ്റെ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി അത് മുന്നോട്ട് പോകുന്നു. അടുത്ത ഡിസംബറിൽ കമ്മീഷൻ ചെയ്യാൻ കഴിയുന്ന രൂപത്തിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം എന്നെടുത്ത് സൂചിപ്പിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ നമ്മുടെ സഹകരണ മേഖലയുടെ വിവിധങ്ങളായ പദ്ധതികൾ, അത് നമ്മുടെ യൗവനങ്ങളുടെ സഹകരണ സംഘങ്ങളായിരുന്നാലും ശരി, അതേപോലെ തന്നെ വനിതകളുടെ സഹകരണ സംഘങ്ങളായിരുന്നാലും ശരി, അതിനെ വ്യവസായ മേഖലയായി ബന്ധിപ്പിച്ചുകൊണ്ട് ആധുനിക കാലഘട്ടത്തിന് യോജിച്ച രൂപത്തിൽ പുതിയ സംരംഭങ്ങൾ ആരംഭിച്ച് പുതിയ തൊഴിലവസരങ്ങളെല്ലാം ഉണ്ടാക്കാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള പുത്തൻ നീക്കങ്ങൾ നമ്മൾ സംസ്ഥാനത്ത് നടത്തുകയാണ്. വ്യവസായ വകുപ്പുമായി കൂടിച്ചേർന്നും സഹകരണ വകുപ്പുമായി കൂടിച്ചേർന്നുമുള്ള പ്രവർത്തനങ്ങൾ. മറ്റൊന്ന്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അത് സഹകരണ വകുപ്പുമായി കൂടിച്ചേർന്ന് ഓരോ പ്രദേശത്തെയും വികസനത്തിന് ഉതകുന്ന രൂപത്തിലുള്ള പശ്ചാത്തല സൗകര്യമൊരുക്കാൻ, വിഭവങ്ങൾ കൊടുക്കാൻ കഴിയുന്ന രൂപത്തിൽ നമ്മുടെ ബില്ലിൽ തന്നെ വ്യവസ്ഥ ചെയ്തു. അത് നടപ്പാക്കുന്ന രൂപത്തിലേക്ക് എത്തിച്ചേരുന്ന പുത്തൻ കാഴ്ചപ്പാട് നമ്മൾ അവതരിപ്പിക്കുകയാണ്. അതിൽ കേരള ബാങ്കും ഭാഗവാക്കാവും. മറ്റൊന്നിവിടെ സൂചിപ്പിക്കപ്പെട്ട പുനരുദ്ധാരണ നിധിയും അതോടൊപ്പം നിക്ഷേപ ഗ്യാരണ്ടി സ്കീമും നമുക്ക് ഡിസംബർ മാസത്തിൽ സംസ്ഥാനത്ത് ഉദ്ഘാടനം ചെയ്ത് അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിയും എന്നുള്ളതാണ് 2 ശ്രദ്ധേയമായ കാര്യങ്ങൾ എടുത്ത് സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ ഏതെങ്കിലും സംഘങ്ങൾ അപകടത്തിൽപ്പെടുന്നത് അല്ലെങ്കിൽ വരുത്തി വെക്കുന്നത് അങ്ങനെയുള്ള ഓരോന്നിൻ്റെയും സവിശേഷമായ സാഹചര്യങ്ങൾ പരിശോധിച്ച് അതിനെ കരകയറ്റാനുള്ള പ്രവർത്തനങ്ങളിലേക്ക് നമുക്ക് ഇടപെടാൻ കഴിയും. ഇപ്പം ഇതിനോടകം തന്നെ മുമ്പ് നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട കരിവണ്ണൂർ സർവീസ് സഹകരണ ബാങ്ക് അവിടെ 132 കോടി രൂപ നിക്ഷേപകർക്ക് മടക്കിക്കൊടുത്ത് ആ വിശ്വാസം തിരിച്ചു പിടിച്ചവർ മുന്നോട്ട് പോകുന്നു എന്നത് ഏറെ അഭിമാനകരമാണ്. ഇനി 1 ലക്ഷം രൂപ വരെ കിട്ടാനുള്ള ഒരു നിക്ഷേപകന് 1 രൂപ പോലും കിട്ടാനില്ലാത്ത രൂപത്തിലേക്ക് ആ ബാങ്കിനെ പുനരുദ്ധരിച്ച് മുന്നോട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞിരിക്കുന്നു എന്നത് ഈ കാലഘട്ടത്തിൽ സഹകരണ വകുപ്പ് നമ്മൾ മുൻകൈയെടുത്ത് നടത്തിയ ഒരു പ്രവർത്തനത്തിൻ്റെ നെറ്റ് റിസൾട്ടാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ സൂചിപ്പിച്ചത്, ഈ മേഖലയിലെ നിക്ഷേപങ്ങൾക്കൊന്നും ഭയമോ ആശങ്കയോ ഒരാളും അർത്ഥമാക്കേണ്ടതില്ല. കൃത്യമായി ഈ മേഖലയെ ഇടപെടാൻ, ഇതിനെ പുരോഗതിയിലേക്ക് നയിക്കാൻ കൂട്ടായ പ്രവർത്തനം നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നു. അതിൻ്റെ ക്രെഡിബിലിറ്റി ഒട്ടും ചോരാതെ മുന്നോട്ട് പോകാൻ കഴിയുന്നു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷത്തെ നിക്ഷേപ സമാഹരണ യജ്ഞം നമുക്ക് അഭിമാനകരമായ പുരോഗതി ഉണ്ടായി. അതോടൊപ്പം തന്നെ നമ്മുടെ കുടിശ്ശിക നിവാരണത്തിലും പുരോഗതി സംസ്ഥാനത്ത് പൊതുവിലുണ്ടായി. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് CD റേഷ്യോ പരിശോധിച്ചാൽ സഹകരണ മേഖല തന്നെയാണ് മറ്റേത് രംഗത്തേക്കാളും നമ്മൾ മുന്നിട്ട് നിൽക്കുന്നത്. 74 ആണ് നമ്മുടെ CD റേഷ്യോ. അത് മറ്റൊരു ബാങ്കിനും അങ്ങോട്ട് വരാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നാടിൻ്റെ സമ്പദ്ഘടനയെ പുരോഗതിയിലേക്ക് നയിക്കുന്ന രംഗത്തും ക്രയശേഷി വർദ്ധിപ്പിക്കുന്ന രംഗത്തും സാധാരണക്കാരൻ്റെ ജീവിതാവശ്യങ്ങൾ പരിഹരിക്കുന്ന രംഗത്തുമെല്ലാം
സഹകരണ മേഖല അതിൻ്റെ പ്രധാനമായ ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ട് അതിൻ്റെ വിജയകരമായ ജൈത്രയാത്ര തുടരുന്ന ഘട്ടത്തിലാണ് കേരള ബാങ്കിൻ്റെ പുതിയ കർമ്മ പദ്ധതിയുമായി കേരള ബാങ്ക് മുന്നോട്ട് വന്ന് കൂടുതൽ ഈ വർഷത്തിൽ ലാഭമുണ്ടാക്കാനും സഹകാരികൾക്ക് ലാഭവിഹിതം കൊടുക്കാനും കഴിയുന്ന രൂപത്തിലേക്ക് ഇതിനെ വളർത്തിയെടുക്കുന്ന ശ്രമകരമായൊരു നീക്കത്തിലാണ് കേരള ബാങ്കിൻ്റെ ഭരണസമിതിയും ജീവനക്കാരും ചേർന്ന് സംഘടിപ്പിക്കുന്ന കർമ്മ പദ്ധതിയുടെ ഉള്ളടക്കം. അതെല്ലാ അർത്ഥത്തിലും വിജയിപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ പരിശ്രമങ്ങൾ ഉണ്ടാവണമെന്ന് വിനയപൂർവ്വം നിങ്ങളുടെ സഹകരണ പ്രബുദ്ധതയോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.